ഇല്ലാത്ത ഒരു ആസനത്തിൽ നിൽക്കുന്ന സാധനമല്ലേ പറയുന്നത് നിൽക്കുന്നത് ഞാൻ എടുക്കുന്നു പിന്നെ കലകരിക്കുന്നു സ്ഥാനത്ത് ഉണ്ടായിരിക്കുന്ന വിശേഷിയാൽ ഞങ്ങളെല്ലാം ആശംസിക്കുന്നു. വിശേഷിയാൽ മാതാവിന് ജന്മമൊഴിക്കുകയും കാത്തു പരിപാലിക്കും. 100 വയസ്സ് വരെ നേരത്തെ അത്ഭുതമായി നടത്തി എല്ലാവർക്കും മംഗളമായി മക്കളെയും മരുമക്കളെയും കുട്ടികളെയും തലമുറയും കാണുവാനും അവർ സന്തോഷം അനുഭവിക്കാനും കൊടുക്കുകയായി ശ്രമിക്കുന്നു. പ്രിയ മക്കൾക്കെല്ലാം ഒന്നിച്ച് കടന്നു വരുവാനും ഇന്നോടുകൂടി കർത്താവിനെ കൊണ്ടുപോകാനും എല്ലാ കർത്താവ് തക്ക സമയത്ത് മംഗളമായി തീരുവാൻ സഹായിക്കുന്നു. കർത്താവിനെയും തലമുറയാജങ്ങൾ സങ്കേതമായ അനാദിയാൻ ശാശ്വതമായ ദൈവമാകും അതിനെ പുള്ളിയേക്കും അനുഗ്രഹമാക്കും ഞാൻ നല്ല ഓർമ്മ വിശ്വാസം കാത്തു നീതി ഞാൻ ശബ്ദങ്ങളുടെ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവന്മാർ അവരവരുടെ പ്രവർത്തനം വിശ്രമിക്കുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിൻപറ്റുന്ന കർത്താവ് ഈ മാതാവ് വിശ്രമിക്കുന്ന ആവശ്യമായിരിക്കുന്ന കർത്താവ് നിന്റെ സാന്നിധ്യത്തോട് സഹായിച്ചതിനായി സ്തുതിക്കുന്നു. കാലം വരെയും ഞങ്ങളെ പരിപാലിക്കുകയും അടുത്ത ദിവസം നടക്കുന്ന എല്ലാ സൂക്ഷികളും അങ്ങനെ അനുഭവമായി സഹായിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ടുകൊണ്ടിരിക്കും എൻ്റെ സഹായകൻ എൻ്റെ സഹായവകാശത്തിൻ്റെ സഹായിൻ്റെ പരിപാലനമായി എല്ലാം ഉറങ്ങിയില്ല ഒരു ദോഷമില്ലാതെ ഞങ്ങളെല്ലാം സഹായിക്കുകയും ആശ്വസിപ്പിക്കുന്നു. മക്കളെയെല്ലാം നീ ബലപ്പെടുത്തുകയും പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപയിൽ തോന്നിയോണം ഭൂതന്മാരകൾ ഭക്തന്മാരെയും നീക്കത്തോടുനായി ശ്രദ്ധിക്കുന്നു. സാന്നിധ്യത്തിൻ്റെയും ഉണ്ടായിരിക്കുന്നു. കർത്താവായ കൃപയും പിതാവായ സ്നേഹവും ആശീർവാദം പ്രവർത്തിച്ചും ഞങ്ങൾ പ്രാർത്ഥന എല്ലാ കാര്യവും മക്കളോടും ദൈവത്തിൻ്റെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നാളെ എല്ലാം അവധിയാ. പെട്രോളൊക്കെ ഇന്ന് വേണേൽ അടിച്ചിട്ടുണ്ട്.
കൈപ്പറം കിട്ടും. സ്ഥലസൗകര്യം കുറവാണ്. അപ്പൊ കണ്ട് പോകാനുള്ള ഒരു ഓരോരുത്തരിക്കും ഒരു മാതിരിക്കും സന്ധ്യാപ്രാർത്ഥനയും ഭവനത്തിലുള്ള ഒരു ശുശ്രൂഷ ഇപ്പോൾ നടക്കുകയാണ്. മൃതശരീരം കാണുവാനുള്ളവർക്ക് കണ്ട് പോകാനുള്ള സൗകര്യമുണ്ട്. മൃതശരീരത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ആൾക്കാർ ഇരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും പിതാവിനും പുത്രനും പരിശുദ്ധർവായിക്കും സ്തുതി. ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ പരിശുദ്ധൻ 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 സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നിങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ നിങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ നിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കരുണ ചെയ്യണമേ. നിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരം കൈക്കൊണ്ട് നിങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ,
കടങ്ങൾ പാവങ്ങളെ ക്ഷമിക്കണമേ. ഈശ്വരേ നിങ്ങളെ സ്വീകരിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെടാനാകുന്നു. വേണ്ടി ഇപ്പോഴും അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ മഹത്വപ്പെടുന്നവനുമേ, ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവന്റെ ശരണവും സങ്കേതവും കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാലും വിരുദ്ധന്റെ കണിയിൽ നിന്നും കർത്തസംസാരനെ കണ്ടുകൊള്ളും. അവൻ എന്റെ ഗോപുരങ്ങളിലേക്കും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും ഭയപ്പെടുന്ന സ്ഥലത്തു നിന്നും ഇരുട്ടി സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ചെല്ലുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. അവൻ നിങ്ങളെ കണിക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൊണ്ട് നീ കാണുവാൻ ചെയ്യും. പ്രതിഫലത്തെ നീ കാണും. എന്നാൽ സ്വന്തവാസികളിലാക്കിയിരിക്കുന്ന ശരണമായ കർത്താവ് നീയാവുന്നു. ദോഷം നിന്നോട് അടിക്കുകയില്ല. ശിക്ഷന്റെ കൂടെ സമീപിക്കുകയുമില്ല. എന്നാൽ സകല വഴികൾ നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെ കൊല്ലവനെ മാലാഖമാരോടെ കൽപ്പിക്കും. നിന്റെ കാലിൽ നിന്നെ കിടത്തിയുണ്ടായിരിക്കാൻ സർപ്പത്തെ അവനെ രക്ഷിക്കപ്പെടുത്തും. എന്റെ നാമറിഞ്ഞുകൊണ്ട് എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് ഇരുന്നവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സോടെ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷയെ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണു ഉയർത്തും. എന്റെ സഹായക്കാരൻ ഇവിടുന്ന് വരും. കർത്താവിന്റെ കാൽക്കാനാകുന്നു. കർത്താവിന്റെ കാലുവാൻ സമ്മതിക്കുകയില്ല. കർത്താവിന്റെ കാൽക്കാനാകുന്നു. യോഗ്യമാകുന്നു. അറിയിക്കുമോ മധുവൻ നിന്നെ മറിയിരിക്കുന്ന കർത്താവേ, നിന്റെ കണ്ണുടെ കൈകളെ വർഷം കൂടെ കർണ ചെയ്യണമേ. കേൾക്കണമേ. സ്തുതിക്കപ്പെട്ട രാജാവും രക്ഷനായ മെസ്സിയ, നിരപ്പനപ്പെട്ട സന്ധിയും പുണ്യകരാവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോടൊപ്പം പരിഹരിച്ച് കർണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെ മറിച്ച് ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. ശ്രീമാന്റെ സൈന്യങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്നവർക്ക് നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാവിശ്വാസത്തിലുണ്ടാകണമേ. സകലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. വാഴ്ത്തപ്പെടുന്നു. വിശുദ്ധി മൗത്തോളർക്കമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ എന്നേക്കും വിശുദ്ധി മൗത്തോളനാകുന്നു. കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വേണമേ. ക്ഷമിക്കണമേ. പരിശീലിക്കരുത്. മറിയമേ, നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവനാകുന്നു.
സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ഗണപടാത്തയുമായ സദസ്സിന്റെയും സൃഷ്ടാവായ സ്നേഹനെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രന് സർവ്വലോകവും പ്രകാശമുള്ള പ്രകാശവും സത്യവും സൃഷ്ടിയുടെ സൗത്വനും സർവ്വനാമോദരകർമ്മിതരക്ഷയ്ക്ക് വേണ്ടി പാവമോചനത്തിന് മാമോദീസ നോക്കി പാർക്കുന്നു. ആമീൻ. പാറയ്ക്കുമോ സംഘാലും സ്കുലയിലായി സോ ശുഭഹോല പോലെ പറോവിൽ റൂഹാദീശോ ഞങ്ങളുടെ മേലനുഗ്രഹകരണേ രണ്ട് ലോകത്തേക്ക് തിരുമാറാകണമേ. ആമേൻ. ഈ ലോകത്തിൽ നിന്ന് യാത്രയായി നിന്റെ അടുത്ത് വന്ന് ചേർന്നിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിന് ഭാഗ്യപരമായ മണവരെയും ആനന്ദകരമായ വിരുന്നും സന്തോഷപ്രദമായ വാസരവും നൽകണമേ. അവസാനത്തിൽ വാദത്തോട് നീ എഴുന്നേൽക്കുകയും നീതിയോടെ ഭൂതലത്തെ ന്യായം വിധിക്കുകയും ഓരോരുത്തർക്കും അവനവന്റെ അർഹതയനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന സമയത്ത് നിന്റെ വലത്തു ഭാഗത്തെ കുഞ്ഞാടുകളോട് ചേരുവാനും അവരോടൊന്നിച്ച് നിനക്കും സ്തുതിയും സ്തോത്രവും പാടുവാനും ഇവൾക്ക് യോഗ്യത നൽകണമേ. ദൈവമേ, നിന്റെ കൃപയും പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പാപങ്ങളോട് പാക്കണമേ എന്നാൽ എന്റെ തെറ്റുകൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയും ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ ദുരൂഹ്യത്തിന്മാർ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീതിയിരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ന്യായത്തെ ഞാൻ ചോദിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നീ ഇഷ്ടപ്പെട്ടു. നിന്നെ ഞാൻ രഹസ്യങ്ങളെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവം എന്റെ മേൽ തളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. ഉറച്ചതിനേക്കാൾ ഞാൻ വെണ്മയാകും. സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുതിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും വായിക്കണമേ. ദൈവമേ, സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ ഗുരുവിൽ നിന്ന് തള്ളിക്കളയരുതേ. പരിശുദ്ധാത്മാവിനെ നടുക്കുകയരുതേ. നിന്റെ രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മൗത്തോളം നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. ദൈവമേ, രക്തത്തിൽ തന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിൽ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ വരമേൽ തുറക്കണമേ. എന്റെ വായി നിന്റെ സ്തുതികൾ പാടും. മനസ്സായില്ല, ഹോമവേദില്ല. ദൈവത്തിന്റെ വിളികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയവരെ നിരസിക്കുന്നില്ല. പണിയണമേ. അപ്പോൾ നീതിയോടുകൂടി ബലികളും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലികളിന്മേൽ കാളുകൾ ബലിയായി കരയരും. ദൈവമേ, സുനിയോഗ്യമാകുന്നു. പാർക്കുമോ നിൻ ശരണത്തിൽ നിന്ദയാ ദാസിക്ക് ഗണബോധ. നിൻ കരുണാസങ്കേതത്തിൽ നിദ്രാവശയാം സോദരിയെ. നിൻ മഹിമോദയ ദിവസത്തിൽ നിൻ കാരുണ്യം കാട്ടേണം. ബാർക്കുമോ ശുഭഹോലാമൂലപരോവൽ റൂഹോ കാദീശോ മാതാവയോലം സ്തുതിതൃത്വത്തേൻ മർമ്മവദാത്തന്നെന്നും ഹല്ലേലൂയ നിർമ്മലനാം റൂഹായിക്കും പാടും ഞങ്ങൾ. കൺമഴികൾ ഉയർത്തുന്നേടൻ സ്വർഗ്ഗാലയനേ ഹല്ലേലൂയ. ദാസൻ ഹൃദയങ്ങളിൽ ഉളവാവോളം തിരുസന്നിധിയിൽ ഹല്ലേലൂയ. പ്രഭുയുഗനാഥ
ദൈവം പോകെ പ്രതിയവനെ നിഹരിക്കില്ല അവനെ ഉൾക്കൊണ്ടവരേത ജീവൻ പോരാനേക്കോ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനുഭവം നല്ല ഉന്നതിയും സദാചാരവിടാതെ ഏറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. എന്റെ പ്രത്യക്ഷതയെങ്കിൽ തന്റെ ആത്മാവിനേക്കുകയും തന്റെ വരവിന്റെ ഭൂമുഖത്തെ നവീകരിക്കുകയും തന്റെ ശബ്ദത്താൽ മൃതരെ ജീവിപ്പിക്കുകയും തന്റെ കൽപ്പനയാൽ കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുകയും തിരുവിഷ്ടപ്രകാരം ഓരോ മരണമില്ലായ്മ അണിയിക്കുകയും തന്റെ ഉന്നത രാജ്യത്തിലേക്ക് തന്റെ ഭക്തരെ ഉയർത്തുകയും യോഗ്യതയേറിയ നിന്റെ മണവറയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും തന്റെ ശ്രേഷ്ഠത പ്രഭാവം ഉദിപ്പിക്കുകയും ചെയ്യുന്ന വിസ്മീയമാവിസ്തുതിയും തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടിരിക്കുന്ന നാളുകളൊക്കെയും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ജീവനുള്ളവരും മരിച്ചവരുടെ നാഥനുമായ വശിക തമ്പുരാനെ, എന്നിൽ വിശ്വസിക്കുന്നവരും മരിച്ചാലും ജീവിക്കും. എന്നിൽ സങ്കേതപ്പെടുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുന്ന ഏതാത്മാവിനും ഞാൻ പുനരുദ്ധാനവും ജീവനും രക്ഷകനുമാകുന്നുവെന്ന് നിർവ്യാജമായി നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, നിന്റെ പ്രത്യാശ നിത്യ പ്രാപിച്ച ഈ താൽക്കാലിക ജീവിതത്തെ വിട്ടുമാറിയിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിനെ ഇപ്പോൾ കൃപയോടെ നീ സ്വീകരിച്ച് വാത്സല്യപൂർവ്വം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തണമേ. നിന്റെ അടുക്കിലേക്ക് വരുന്ന മാർഗത്തിൽ ഞങ്ങളുടെ ആത്മാക്കളെ അപഹരിക്കുവാനായി അന്തരീക്ഷത്തിലെ ഒളിവിടങ്ങളിൽ പതിയിരിക്കുന്നവരും ദുഷ്ടന്മാരുടെ നാശത്തിനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരും ആ സംഘങ്ങളിൽ നിന്ന് ഇവിടെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ സമാധാന ദൂതന്മാർ പോലും നിന്റെ വിശുദ്ധന്മാരുടെ ഭാഗ്യകരമായ വാസനങ്ങളിലേക്ക് ഇവളെ നീ നയിച്ചു കൊള്ളണമേ. വിശുദ്ധനായ ദൈവമേ, നിന്റെ ദാസിയോട് അവിടുന്ന് കരുണ തോന്നണമേ. കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ വിശ്വസിച്ചോള ഈ സഹോദരിയെ രക്ഷിച്ചു കൊള്ളണമേ. കൃപയുള്ളവനായ ദൈവമേ, ഇവിടെ നിന്നെ സമ്മതിച്ചു പറയുകയും നിന്റെ സ്ലീവായെ വന്നിക്കുകയും പുതിയ ജീവന്റെ വാഗ്ദാനമായ നിന്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരുത്തനെ നീ ഉപേക്ഷിക്കരുതേ. ദയാലുവായ ദൈവമേ, മാമോദീസ മൂലം നീ നൽകിയതായ പ്രകാശ വസ്ത്രവും മൂലവനാകുന്ന മുദ്രയെ ഇവളിൽ നിന്ന് ഉരിഞ്ഞു കളയരുതേ. നിന്റെ രാജ്യത്തിലുള്ള വാസത്തിൽ നിന്ന് ദൂരെ അകറ്റി കളയുന്നതായ കഠിന ശബ്ദം ഇവൾ കേൾക്കുവാനിടയാകരുതേ. രണ്ടാം മരണം അനുഭവിപ്പാനും പോവുക, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുന്ന ശബ്ദം കേൾക്കുവാൻ ഇവർക്ക് സംഗതിയാകരുതേ. ഈ മരണം വിശ്വാസികൾക്കൊരു ഉറക്കം മാത്രമാണല്ലോ. കർത്താവേ, അറിവോടുകൂടിയോ അറിവുകൂടാതെ ഇവരുടെ തെറ്റുകളെ ഇപ്പോൾ പരിഹരിക്കണമേ. നിന്റെ രക്ഷയുടെ നിർമുഖത്ത് ബുദ്ധിമതികളായ കന്യകമാരുടെ ആത്മാക്കളുടെ കൂട്ടത്തിൽ ഇവളെ നീ ക്രമീകരിക്കണമേ. ഇവർക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്ന പാപികളായ ഞങ്ങളെ പരിപാലനയുള്ള നടപടികളും വിശുദ്ധമായ പെരുമാറ്റങ്ങൾക്കും ശക്തി നൽകി സഹായിക്കണമേ. ദോഷരഹിതമായ നിര്യാണത്തിനും നല്ല അവസാനത്തിനും ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. അന്തരീക്ഷത്തിലെ ഉപദ്രവങ്ങളായ എതിർപ്പുകളിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കൃപയാകുന്ന ജനങ്ങളുടെ കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ദുഃഖങ്ങളും നെടുവീർപ്പുകളും ഇല്ലാത്തതായ നിന്റെ സന്തോഷ ഭവനിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യണമേ. ഈ ലോകം അവസാനിക്കുകയും നിത്യലോകം ആരംഭിക്കുകയും ചെയ്യുന്ന അവസാനത്തെയും ആദ്യത്തെയുമായ ആ മഹാദിവസത്തിൽ നിന്റെ രക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ യോഗ്യരാക്കി തീർക്കണമേ. നിന്റെ ദുർമുഖത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ഫലത്തുവാൽ ഞങ്ങളെ പന്തിക്കിരുത്തണമേ. നിന്റെ പുഷ്ടിയേറിയ മേൽസ്ഥലങ്ങളിൽ ഞങ്ങളെ വഹിച്ചുകൊള്ളണമേ. നിന്റെ പെരുന്നാൾ ആഘോഷത്തിൽ അണിനിരന്ന് നിൽക്കുന്നവരായ സർവരക്ഷിത സംഘത്തോടും കൂടെ നിന്റെയും കാരുണ്യവാനായ നിന്റെ പിതാവിന്റെയും വിശ്വാസികളെ ജീവിപ്പിക്കുന്ന നിന്റെ പരിശുദ്ധ റൂഹാടെയും കൃപയാലും മനുഷ്യ സ്നേഹത്താലും നിന്റെ ഭവനത്തിന്റെ പുഷ്ടി കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും പോഷിപ്പിക്കണമേ. ഉത്തമനായ നിന്നെ നാം ഓർത്തുമോത്തപ്പെടുത്തണം. ദൈവത്തിൽ ഞങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. നോക്കി പാർക്കുന്നേ സംഭ്രമകരമാവേളയിൽ യേശു മഹാരാജാവിന്റെ വിജയക്കൊടിയുദയം ചെയ്യും. ആ നിമിഷത്തിൽ ക്രോവേന്മാർ മീഖായിൽ തൊട്ടീരന്മാർ
എന്നീ വത്സര സംഘത്തെ പേരിന്മേലവനേറി വരൂ അന്നേരത്തെരുതി പുഴയിൽ ഭീകര സിംഹാസനമുയരും പ്രതിദാനം നൽകിയിടുന്നു ലോകാധീശൻ വിധികാതെ കൽപ്പീഠത്തിലും രക്ഷയാത്തരുടത്തിൽ ചെയ്യണമെന്നൊരു കാരുണ്യം ജീവമയ ദേവാദീശ എപ്പോൾ ഞാൻ അവിടെ തീരും കാണും നിന്തിരുമുഖമപ്പോൾ ഞാൻ എന്നു വിചാരിച്ചെന്നാർമ്മം നിന്നെ പ്രതിദാഹിക്കുന്നു പ്രിയോറായി മേലയുവാതാറേ പിന്നെ നിങ്ങളിൽ സ്വർഗീയർക്കും താഴെ ഭൗമികർക്കും കബറുകളിൽ മൃതന്മാർക്കും തന്റെ സുഗന്ധവാസന അനുഭവമാക്കി സുഗന്ധവും പരിമളവാസനയുമായിരിക്കുന്ന കർത്താവേ നിന്റെ കൽപ്പനയാൽ യാത്രയാക്കപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവിനും നിന്നിൽ വിശ്വസിച്ചവരും നിന്റെ ശരണത്തിൽ നിന്റെ പ്രാപിച്ചവരുമായ സകല വാങ്ങിപ്പോയവർക്ക് ഇപ്പോൾ ആശ്വാസാനുഭവവും പാപപരിഹാരത്തിന്റെ സന്തോഷവും നൽകണമേ. നിന്റെ ശ്രേഷ്ഠതയെ ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത്തുഭാഗത്തെ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർവായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഇവിടെ യാഗയാക്കുകയും ചെയ്യണമേ. പടുവൃദ്ധതയിൽ കാനാനിൽ ചേർന്ന പ്രകൃതികാൻ സംസ്കാരം നിൽശരണത്തിൽ മരണമടഞ്ഞോടെ ആത്മോക്തികള സംസ്കാരം ചെയ്യും നരസുരൻ നേപമിവനായ തീർപ്പില്ല നിൻവളമായി നിന്നുച്ചത്തിൽ ഘോഷിക്കണം ആരേറിയ സത്വരമതിൽ നന്മകളെ കേടല്ലേ മണ്ണിന് മേടും കാസപാലം ചെയ്യണം ഓരാൻ തന്റെ ോണ്ടായ ജീവനജലവും അംഗങ്ങളിൽ നിന്നിരുകയും ജ്വരകളെ നീക്കും പാപമുക്തി നേടിവർത്താമേ സ്തോത്രം ഹല്ലേലൂയ എന്നാഘോഷിക്കും ധന്യൻ സകലേ ഹൃദയാനേക്ക് ദിവസത്തിൽ കബറിനെഴുന്നേൽക്കും ശാശ്വതമാലോകത്തിൽ പുരുതേജ ആത്മനെ ശാശ്വതശ്വാസങ്ങൾ ദാസിക്കേറുകമേ ശുദ്ധന്മാരോടൊപ്പം പണിയാൻ മണ്ണിന്മേലൻപുണ്ടാകണം ഓർദാനത്തിൽ അനുരൂപത്തിൽ പുതുതാക്കേണം രാജ്യത്തിൽ പുതുതായി അവകാശം നേടി ആക്കിയും നിന്നെ വർത്തിയട്ടെ പാതാളത്തിൽ മരണം കൊട്ടിയറസ്തിക്കുന്നിൽ ജീവൻ ഗുണയാൽ നിന്നെ സ്തോത്രം ചെയ്യും കാർമികത്വം മൃത്യുകർത്തിക മൗനപ്പുണ്ടോ ഈ നൈലൻ നാദ കാട്ടുക സദാ ഭംഗി
കല്ലറയുന്നും മൃതരേറ്റിട്ടുദ്ധാനത്തിൽ വേദമയമാം വസ്ത്രം നൽകുന്നു നീ സ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവ കൃപ ചെയ്യും. ഹല്ലേലൂയ. പോലെ മാറിക്കുമോ ശുഭോല പോലെ ൂഹോ കാലേശോ ശരണകാലേ നിൻകൃപയിൽ മനമടഞ്ഞിരുദാസീയനിൻ ജീവാസനമേ ധ്യാനത്തിനായി കൃഷ്ണനെ നീങ്കാത്രത്തെ പാഠിച്ചു നീ ചെയ്തു ഹൃദയോരെ നാശം നീക്കി ജീവി കണിയണം നിന്നെ നോക്കൂ അവരിൽ കാന്തി ഹൃദയ ജീവിപ്പാനിടുന്നുള്ളും ജാജം ആഘോഷിതനായിരുന്നു മുൻപി ഭാഗം കേട്ടി അണിഞ്ഞരിപ്പാനായി പോയിരുന്നു മുറിയോറാകെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ നീ പുത്രനാകല്ലോ മാത്രമേ മരിച്ച് നിരവധനായി നോക്കി പാർന്ന് മരിച്ചവരെ പുണ്യമാക്കണമേ. ഈ വളരെ പ്രാർത്ഥിക്കണമേ. വാഴ്ത്തപ്പെട്ടവനാകുന്നു ശരിയാണേ. മക്കളും കൊച്ചുമക്കളും എല്ലാമായിട്ട് വളരെയധികം പേരെ ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കോണം ഉണ്ട് എന്നുള്ള വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഈ സന്ദർഭത്തിൽ ഈ മൃതശരീരം ഈ രാത്രി മുഴുവൻ ഇവിടെ ഇരിക്കുകയാണ്. നാളെ 10:30 വീട്ടിലെ ശുശ്രൂഷ 12 മണിക്ക് ദേവാലയത്തിലെ ശുശ്രൂഷ ഈ രീതിയിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സമയങ്ങളൊക്കെയും തന്നെ വിശുദ്ധ വേദോത്സവം വായിക്കുവാനും പാട്ട് പാടുവാനും ഈ അമ്മയ്ക്ക് നല്ലൊരു യാത്രയയപ്പ് കൊടുക്കാൻ തക്കോണം. നല്ല യാത്രയയപ്പ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പ്രാർത്ഥനയോടുകൂടിയുള്ള പ്രാർത്ഥനാശംസകളോടുള്ള യാത്രയയപ്പ് നമ്മുടെ വിശ്വാസമാണ്. ഒരു സെക്കൻഡ് ഞാൻ എടുത്തോട്ടെ സാറേ എടുത്തോട്ടെ. മുതൽ ചില വർഷങ്ങളിൽ ഞാൻ ഈ സമീപയുള്ള
ഹോളിൽ താമസിച്ച ഈ ദേശത്തെ കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദൈവദാസൻ. ഇവിടെയുള്ള പ്രിയ ജോയിച്ചായൻ, പ്രിയ പൊന്നച്ചായൻ, മറ്റ് അമ്മച്ചിയുടെ പെൺമക്കൾ, അവരെല്ലാവരും എന്നോട് വളരെ സ്നേഹമായി ഇടപെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഈ അമ്മച്ചിയെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പങ്കുവെക്കുവാൻ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുന്ന കാലഘട്ടങ്ങളിലാണ് ഞങ്ങളിവിടെ താമസിച്ചത്. കുഞ്ഞുങ്ങൾ അല്പം രസകരമായ കാര്യങ്ങളൊക്കെ ചിലപ്പം അമ്മച്ചിയോട് പറഞ്ഞു. നല്ലപോലെ നല്ല രസം പറയുകയാണ് അമ്മച്ചി. ചിരിക്കത്തക്ക നിലയിൽ നല്ല രസം പറഞ്ഞ് പലപ്പോഴും കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. വളരെയധികം ഭക്തി ഉണ്ടായിരുന്ന ഞങ്ങളുടെ വാത്സല്യ മാതാവ്. പ്രിയപ്പെട്ടവൾ പ്രിയം വെച്ച കർത്തൃസന്നിധിയിലേക്ക് നമ്മെ വിട്ട് കടന്നുപോയി. 100 വയസ്സ്. പക്ഷെ പൗലോസ് തിരുവചനത്തിൽ കൊരിന്ത്യയിലെ 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുമ്പോൾ സഹോദരന്മാരെ വിളിച്ചിട്ട് പൗലോസ് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കണം എന്നല്ല, മറിച്ച് സഹോദരന്മാരെ എന്ന് വിളിച്ചിട്ട് പൗലോസ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ പ്രയത്നം ക്രിസ്തുവിൽ വ്യർത്ഥമല്ലെന്ന് അറിഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ വേലയിൽ എന്ത് ചെയ്യട്ടെ? വർദ്ധിക്കുന്നതാണ്. അപ്പൊ മോശയുടെ കാലഘട്ടങ്ങളിൽ മരണത്തിനപ്പുറത്തുള്ള അനുഭവങ്ങളെ കുറിച്ചുള്ള ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കണം എന്ന് പറയുന്ന മോശ, വിശുദ്ധ പൗലോസ് വന്നപ്പോഴേക്ക് പൗലോസ് ആ വിഷയത്തെ കുറിച്ചുള്ള ആത്മീയ ദർശനത്തിൽ പൗലോസ് പറയുന്നു, നമ്മളുടെ പ്രവൃത്തികളെ വർദ്ധിച്ചു വരട്ടെ, ഒരു പ്രതിഫലം നമുക്കുണ്ട്. എന്താ പൗലോസ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, തെസലോനിക്ക ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്: മരിച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റു, അതുപോലെ ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു ഭക്തന് അവൻ ഉയർപ്പ് ഉണ്ട് എന്നുള്ള ആ വലിയ വിളംബരം നമുക്ക് തെസലോനിക്ക ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നു. അവിടെ അതുകൊണ്ട് പൗലോസ് അവിടെ തുടർന്ന് ആവർത്തിക്കുന്നു, മരിച്ചവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്, ശേഷം മറ്റുള്ളവരെ പോലെ നിങ്ങൾ വിലപിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പൗലോസ് അതിന്റെ ഉത്തരം എന്താ പറഞ്ഞത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധർ മുമ്പേ ഉയർക്കുകയും ജീവനോടെ ഇരിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ക്രിസ്തുവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഈ വചനങ്ങളെ കൊണ്ട് നമ്മൾ അന്യോന്യം ആശ്വസിച്ചു കൊള്ളുക, ആശ്വാസം പ്രാപിക്കുക. അവള് അത് വിശ്വാസത്തോടെ വാങ്ങി ഭക്ഷിച്ച് ഭക്തിയോടെ ജീവിച്ചവരാണ് ചെയ്യുക. ങ്ങളെ കുറിച്ചൊക്കെ പൗലോസ് വ്യക്തമാക്കി പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ പൗലോസ് ഓർപ്പിക്കുന്നത് എന്താ? മനുഷ്യന്റെ ശരീരം അത് ഉയർക്കുന്ന ഒരു ദിവസമുണ്ട്. ഓർപ്പിച്ചുകൊണ്ട് ഞാൻ 1-2 വാക്കുകൾ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. ഈ സമയം അനുവദിച്ച വികാരി അച്ഛനോട് പ്രത്യേക നന്ദി ഓർപ്പിക്കുന്നു. ഞാൻ വന്നതിന് ശേഷം അച്ഛനോട് ചോദിച്ചു, 2 മിനിറ്റ് എന്നോട് അനുവദിച്ചു. അതിപ്രകാരമായി ഞാനിവിടെ നിന്ന് ഈ വാക്കുകൾ ഓർപ്പിച്ച് ചോദിച്ചതും എന്നോട് പറഞ്ഞു, ക്ലാസ് 2 മിനിറ്റ് എടുത്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അനുവദിച്ച കുടുംബാംഗങ്ങളോടും ഇവിടെയുള്ള വികാരി അച്ഛനോടും ഒക്കെയുള്ള നന്ദി എന്നെ വ്യക്തിപരമായി പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ അതേ കണ്ണുകളടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയ മാനവരാശി അവനെ രക്ഷിപ്പാനായി യേശു കർത്താവ് ലോകത്തിലേക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹത്വത്തിൽ ഞങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ കടന്നുപോയിരിക്കുന്നു. ആകയാൽ
പൗലോസ് ഓർപ്പിച്ചതുപോലെ ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റതുപോലെ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് മരിക്കുന്ന ഒരു ഭാഗ്യം ഉയർക്കുമെന്നുള്ള ആ ദിവ്യമായ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ വചനത്തിൽ ഞങ്ങൾ പ്രത്യാശ വെക്കുന്നു. പ്രിയ പിതാവേ, ഞങ്ങളുടെ വാത്സല്യ അമ്മച്ചി 100 വയസ്സ് വരെ ഈ ലോകത്തെ ജീവിപ്പാൻ നീ അവൾക്ക് ഭാഗ്യം കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിച്ചു. മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കണ്ടു. കർത്താവേ, അവരുടെ ശുശ്രൂഷയൊക്കെ ഏറ്റുവാങ്ങി വളരെ അനുഗ്രഹീതമായ നിലയിൽ ഒരു ജീവിതം നയിച്ച പ്രിയ അമ്മച്ചിയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവൾ ഇവിടെയുള്ള ദൈവസഭയ്ക്ക് അനുഗ്രഹമായിരുന്നു. ഇവിടെ വന്ന് പാർക്കുന്ന ദൈവദാസന്മാർക്ക് ഒരാശ്വാസമായിരുന്നു. കടന്നു വരികയും ഒരുമിച്ച് സന്തോഷിക്കുകയും ഒക്കെ ചെയ്ത ദിവസങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ആ നല്ല മാതാവ് ചെയ്തെടുത്ത നല്ല പ്രവൃത്തികളെ ഒക്കെ ഈ ധർമ്മത്തിൽ ഞങ്ങൾ ഓർത്തുകൊണ്ട് തിരുവേലിക്ക് സ്തോത്രം ഞങ്ങൾ കരയറ്റുന്നു. പ്രിയ അമ്മച്ചി ഞങ്ങളെ വിട്ട് കർത്താവെ വിശ്രമത്തിന് വേണ്ടി നിന്റെ മോളെ ചേർത്തല്ലോ. ഈ മൃതമായ ഈ ശരീരം, മൺമയമായ ഈ ശരീരം മണ്ണിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കപ്പെടേണ്ട ദൗത്യം അങ്ങയുടെ വചനത്തിലുള്ളതാ. നാളെ പകൽക്കാലം ആ ഭ്രൂണ ശുശ്രൂഷയ്ക്കായി കർത്താവിൽ നിന്റെ മക്കളും ബന്ധുക്കളും ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരും ആശ വെക്കുന്നല്ലോ കർത്താവെ. പ്രകൃതി അനുകൂലമായിരിക്കണമേ. വന്നു ചേരുവാനുള്ള ബന്ധുക്കളെയും ചാർച്ചക്കാരെയും എല്ലാവരെയും കൂട്ടിവരുത്തണമേ. അമ്മച്ചിയുടെ മരണവാർത്ത അറിഞ്ഞ് അമേരിക്കയിലായിരുന്ന മക്കളും ആൺമക്കളും പെൺമക്കളും ഒക്കെ പ്രിയപ്പെട്ടവരൊക്കെ ക്ഷേമത്തോടെ വന്നു ചേർന്നല്ലോ. അവരെയൊക്കെ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. ക്ഷേമകരമായ യാത്ര കൊടുത്തല്ലോ. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കർത്താവെ, ചെറിയ സൂക്ഷിച്ചിരുന്ന ഈ മൃതശരീരം പ്രത്യാശയോടുകൂടെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിലെ ഈ ഭവനത്തിന്റെ അങ്കണത്തിലായിരുന്നു കൊണ്ട് ഈ രാക്കാലം പ്രിയ അമ്മച്ചി ചെയ്ത പ്രവൃത്തികളെയും അവർക്ക് വേണ്ടി സഹിച്ച കഷ്ടതകളെയും അവർക്ക് വേണ്ടി അമ്മച്ചി പ്രവർത്തിച്ച പ്രവൃത്തികളെയും ഒക്കെ ഓർക്കുവാനും അമ്മച്ചിയുടെ സ്നേഹത്തേക്ക് ഓർക്കുവാനും ഒക്കെ കർത്താവേ ഒരു നല്ല അവസരം ഈ രാത്രിയിൽ നിന്റെ മക്കൾക്ക് കൊടുത്തിട്ടുള്ളതിനായി സ്തോത്രം. അവരുടെ സ്നേഹമാണല്ലോ, ആ വിട്ടുപിരിയാത്ത സ്നേഹമാണല്ലോ ഈ സന്ധ്യയിൽ ഈ മൃതശരീരം ഈ ഭവനത്തിന്റെ മറവിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. തുടർന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷയിലും പ്രത്യാശ പകരണമേ. പ്രിയ അമ്മച്ചിയെ ഓർത്ത് ഞങ്ങൾക്ക് ദുഃഖിക്കുവാനില്ല. അവൾ ചെന്ന് ചേരേണ്ട സ്ഥലത്ത് ചെന്നു കഴിഞ്ഞു. അവളുടെ ആത്മാവ് അവിടെ വിശ്രമിക്കുന്നു അബ്രഹാം പിതാവിന്റെ മടിയിൽ. കർത്താവേ, ഹല്ലേലൂയ എന്ന കാഹളത്തിരിക്കുന്ന ദിവസം വീണ്ടും മടങ്ങി വന്ന് ഈ ശരീരത്തിൽ, തേജസ്സിന്റെ ശരീരത്തിൽ അവൾ എഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശ നിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ആ വചനങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ പ്രത്യാശ എല്ലാ മക്കളുടെയും ഹൃദയത്തിൽ പകരണമേ. ഈ ശുശ്രൂഷയിൽ വന്നു ചേരുവാൻ എല്ലാവരെയും കൊണ്ടുവരണമേ. പ്രകൃതിയെ അനുകൂലമാക്കി തരണമേ. കർത്താവേ, ഈ ഭവനത്തിൽ ആയിരിക്കുന്ന എല്ലാവരെയും നിന്റെ ആശ്വാസ വചനം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ വാക്കുകൾക്കോ ഞങ്ങളുടെ കർത്താവേ ഗാനങ്ങൾക്കോ തിരുവചനത്തിൽ ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്ന തിരുവചനങ്ങൾക്കോ ഒന്നുമല്ല. അതിനപ്പുറത്ത് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടുവാനും ആശ്വാസം പകരുവാനും കഴിയുമല്ലോ. സകല ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് മക്കളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് അവരുടെ നിലവുകളെ കാത്ത് ദൈവകൃപയിൽ പരിപാലിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ തരുണത്തിൽ തലമടക്കപ്പെട്ട എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യാശയില്ലാത്ത, മരണാനന്തര അപ്പുറത്ത് പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഈ ചുറ്റുപാടുകളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ മരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നിശ്ചയമില്ല. അത് ഏത് സമയത്തും ഏത് മണിക്കൂറിലും സംഭവിക്കാം, അതെങ്ങനെയും സംഭവിക്കാം. എന്നാൽ മരണത്തിനപ്പുറത്തൊരു നിത്യതയുണ്ടല്ലോ. അതിനുവേണ്ടി ഒരുങ്ങുവാൻ, അതിനുവേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാൻ എല്ലാവർക്കും നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ആത്മാവിന്റെ വില എന്ന് പറയുന്നത് ഭൂലോകത്തേക്കാൾ വിലപ്പെട്ടതാണ്. അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ആകയാൽ കർത്താവേ, വിലപ്പെട്ട ആത്മാവിനെ ആർക്കും നഷ്ടമാക്കി കളയുവാൻ ഇടയാകാതെ ദൈവത്തിന്റെ കൃപ അനുഭവിച്ച് പ്രത്യാശ വെച്ച് ജീവിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കൊണ്ട് നിറച്ചാട്ട് എല്ലാ മകത്വവും അങ്ങേക്ക് അർപ്പിക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. ആമേൻ. Yeah.
ശ്വാസം വരെയും രക്ഷകേന അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിരും കഴിഞ്ഞുപോയി ഞങ്ങളുടെ ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിലൊരു വീടും മേൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവിൻ്റെ ദൈവമേ, സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ ഭാഗ്യവാൻ. ആമേൻ. ചക്രം മുൻപോട്ടോടുന്നു, നേരം മാത്രം എന്റെ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ കാണും ഞാൻ വിശേഷം പരമേത്ര മധുരം വിശേഷം പരമേത്ര മധുരം പ്രദേശം അയ്യന്റെ പാത്രിടം വേണ്ട വേണ്ട പ്രദേശം അയ്യന്റെ പാത്രിടം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ വേദം എന്നെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ഒരു ഭാഗം നടത്തുകയില്ല. എന്റെ എല്ലാ വഴികളും എന്നെ കാക്കലെന്ന് ഒന്നിനെ തർപ്പിക്കും. എന്റെ കാൽ പതി തട്ടിപ്പോകാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ, കൊച്ചുമക്കളെ, നിങ്ങളെ കൊച്ചുമക്കളെ എന്ന് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് വീടുമായിട്ടുള്ള വേർതിരിക്കാൻ വയ്യാത്ത ഒരു ബന്ധം എനിക്കുണ്ട്. എനിക്കും എൻ്റെ വീട്ടുകാർക്കും പ്രാപിച്ചതിനുള്ള സമയം മുതൽ തന്നെ ഞങ്ങളുടെ ഭവനങ്ങൾ തമ്മിൽ ഒരു ഭവനം എന്ന പോലെ, ഒരു വീട് എന്ന പോലെ ഞങ്ങൾക്ക് സഹകരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ കൊച്ചുമ്മയും അന്ന് മുതൽ തന്നെ
ഞങ്ങൾ സഹോദരങ്ങളെ പോലെ ഇടപെട്ടിരുന്നു. ആത്മാർത്ഥതയുള്ള സ്വഭാവവും സ്നേഹവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും പതിഞ്ഞിരിക്കുന്നു. ഹൃദയ പരമാർത്ഥതയോടുകൂടെ ജീവിക്കുന്നു. തൻ്റെ മക്കളെ ദൈവം അതിശയകരമായി കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് വിളിച്ചു പറഞ്ഞുകൊണ്ട് സാക്ഷ്യമാക്കിക്കൊണ്ട് കിടക്കുന്ന ഈ കൊച്ചമ്മയുടെ ജീവിതത്തെ ഞാൻ ഓർക്കുകയും ആ കൊച്ചമ്മയുടെ ജീവിതത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുകയാണ്. പറഞ്ഞു തീരാത്ത അനുഗ്രഹങ്ങളുടെ ഉടമയായി തീരുവാൻ തക്കവണ്ണം ദൈവം ഈ കൊച്ചമ്മയെ അനുഗ്രഹിച്ചു എന്നുള്ളത് സത്യം. വാങ്ങിപ്പോയിരിക്കുമ്പോൾ ഇതിലും മനോഹരമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള ആ വിശ്വാസവും പ്രത്യാശയും കൊണ്ട് എൻ്റെ ഹൃദയം നിറയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം അല്ലെങ്കിൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും ദൈവവചനം നമ്മളോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ അതിലുപരിയായി ദീർഘായുസോടുകൂടി ഇരിപ്പാൻ തക്കവണ്ണം മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ സൗകര്യങ്ങളെയും സന്തോഷങ്ങളെയും കാണുവാനും തക്കണം ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും എന്നുള്ള ആ വാഗ്ദത്തം കൊച്ചമ്മയുടെ ജീവിതത്തിലും നിറവേറ്റിയിരിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൊച്ചമ്മയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒത്തിരി നല്ല അനുഭവങ്ങൾ, ഒത്തിരി നല്ല അനുഭവങ്ങളെ എടുത്തു പറയാൻ തക്കവണ്ണം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇന്നിങ്ങോട്ട് പോരുന്ന സമയത്തും വീട്ടിലിരുന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പാപ്പച്ചായ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എത്ര വലിയ ഉപകാരങ്ങൾ എടുത്തു പറയത്തതാണ്. എൻ്റെ പപ്പായും പാപ്പച്ചായനും സ്വന്തം സഹോദരങ്ങളെ പോലെ അവരുടെ ജീവിതത്തിൽ ജീവിതാനുഭവങ്ങളെ പങ്കിട്ട് കൊടുക്കുന്നത്, ജീവിതം വളരെ ആത്മാർത്ഥതയോട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ രണ്ടുപേരുടെയും പരമാർത്ഥ ഹൃദയങ്ങളെ ഞങ്ങൾ ഇന്ന് വിലയിരുത്തുകയായിരുന്നു. ഇന്ന് എനിക്ക് പിന്നാലെയുള്ള തലമുറകൾ, ആ വീട്ടിലെയും ഈ വീട്ടിലെയും തലമുറകൾ ഒരുപോലെ അത് ഓർക്കുന്നു എന്നുള്ളത് ദൈവത്തിന് മുമ്പിൽ നന്ദിയോടെ ഞാൻ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എന്താണ് പറയേണ്ടത്? ആ കൊച്ചിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. ഇനി നല്ലൊരു അനുഭവത്തിലേക്ക് നമ്മളെല്ലാവരും ഈ ഒരു സാക്ഷ്യത്തെ നിറവേറ്റി മുന്നോട്ട് നമ്മുടെ ജീവിതം നയിക്കേണ്ടതിന് ഉള്ളൊരു നല്ല മാതൃക നമുക്ക് കാട്ടിത്തന്ന ഒരു കൊച്ചമ്മയാണിത്. പ്രത്യാശയുടെ തീരത്ത് വീണ്ടും കാണാമെന്നുള്ള ആ ആഗ്രഹവും ആ വിശ്വാസവും കൊണ്ട് നിറഞ്ഞ് ആ വിശ്വാസം പിൻ തലമുറയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഇനി വീണ്ടും കാണാമെന്നുള്ള ആ സാക്ഷ്യത്തോടുകൂടിയാണ് ആ നല്ല തീരത്ത് ഇനി അണയോളം നമ്മൾക്കും ആ പ്രത്യാശയോടുകൂടി ജീവിക്കുന്നതിന് സാധിക്കട്ടെ. കർത്താവ് പറഞ്ഞ വചനങ്ങളെ ഓർത്ത് നമ്മൾ വിശ്വാസത്തോടുകൂടി അതിൽ നിലനിൽക്കാം. ഞാൻ പോകുന്നു, ഞാൻ പോയാൽ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുന്നു, ആ സ്ഥലം ഒരുക്കിയാൽ നിങ്ങളെ വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ കൂടാരമായ ഭൗമഭവനം എന്നായാലും ഒഴിഞ്ഞു പോകേണ്ടതാണ്. അത് താൽക്കാലികമാണ്. ആ താൽക്കാലികമായ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള ശുശ്രൂഷകളെ നിറവേറ്റി ജീവിപ്പാൻ തക്കവണ്ണം ഈ കൊച്ചമ്മയ്ക്ക് സാധിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പം മക്കളെ എല്ലാവരെയും സന്തോഷത്തോടെ മേശയ്ക്ക് ചുറ്റും ഒലിവുതകൾ പോലെ കാണുമ്പോൾ ഹൃദയം സന്തോഷിക്കുന്നു. ഇതാണ് നീതിമാന്റെ അനുഭവം, നീതിമാന്റെ അനുഗ്രഹം. ഹൃദയ പരമാർത്ഥതയോടുകൂടെ ജീവിക്കുന്ന ഏതൊരുത്തിലെയും ദൈവം അവൻ്റെ കരങ്ങളിൽ താങ്ങുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാം.